1956 ജൂൺ 22 മെക്സിക്കോയിലെ അസ്ടെക് സ്റ്റേഡിയം. അവിടെ ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ അർജന്റീന ആ ലോകകപ്പിലെ ടോപ്പ് സ്കോററായിരുന്ന ഗാരി ലിനേക്കറുടെ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടുകയാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ കറുത്തതും എന്നാൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടതുമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു അത്. അന്നാണ് ലോകം നടുങ്ങിയ ഒരു വിവാദ ഗോളും ലോകത്തെ വിസ്മയിപ്പിച്ച ഒരത്ഭുത ഗോളും പിറന്നത്. രണ്ടും ഒരാളുടെ സംഭാവനയായിരുന്നു. ഒന്ന് പിന്നീട് ദൈവത്തിൻ്റെ കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടെങ്കിൽ മറ്റേത് ഈ നൂറ്റാണ്ടിലെ ഗോൾ എന്നറിയപ്പെട്ടു. ഡീഗോ മറഡോണ എന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ കഥ വെറും ഗോളുകളിൽ മാത്രം അവസാനിക്കുന്നില്ല. ഇംഗ്ലണ്ടിൻ്റെ 5 പ്രതിരോധ ഭടന്മാരെയും ഗോളി പീറ്റർ ഷിൽട്ടനെയും കബളിപ്പിച്ച ആ ഗോൾ ഇന്നും ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മറഡോണയുടെ ഫുട്ബോൾ വൈഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്കറിയാമോ? അൺടോൾഡ് ഹിസ്റ്ററി മലയാളത്തിൽ ഇന്ന് വിശകലനം ചെയ്യുന്നത് മറഡോണയുടെ രാഷ്ട്രീയമാണ്. അദ്ദേഹം ഒരു ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ജനങ്ങളുടെ ശബ്ദം കൂടിയായിരുന്നു. നാളുകൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. 2005 നവംബർ അർജന്റീനയിലെ മർ ഡെൽ പ്ലാറ്റ നഗരം. US പ്രസിഡന്റ് ജോർജ് W. ബുഷ് അവിടേക്ക് എത്തുന്നു. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ലാറ്റിൻ അമേരിക്കയിലെ നേതാക്കളും ജനങ്ങളും ആശങ്കയിലായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അടിമകളാവേണ്ടി വരുമോ എന്നതായിരുന്നു അവരുടെ ആശങ്ക. ബുഷിൻ്റെ സന്ദർശനത്തിനെതിരെ അന്ന് അവിടെ ആയിരങ്ങൾ തെരുവിലിറങ്ങി. പീപ്പിൾസ് സുമിത്ത് എന്നൊരു കൂട്ടായ്മയായിരുന്നു അത്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നിവരടങ്ങിയ ഒരു മുന്നേറ്റമായിരുന്നു അത്. തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിച്ചെങ്കിലും ക്യൂബയുടെ ഫിഡൽ കാസ്ട്രോയുമായും വെനിസ്വേലയിലെ ഹ്യൂഗോ ഷാവേസുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം മറഡോണയെ ഒരു രാഷ്ട്രീയ പോരാളിയാക്കി. ചെഗുവേരയുടെ മുഖം കയ്യിൽ ടാറ്റു ചെയ്ത അദ്ദേഹം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമായി. 2005 നവംബർ 4 ഹ്യൂഗോ ചാവേസ് ഉൾപ്പെട്ട നേതാക്കളോടൊപ്പം അദ്ദേഹം തെരുവിലിറങ്ങി. പത്രപ്രവർത്തകർ മൈക്കുമായി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അദ്ദേഹം പറഞ്ഞു, "ഞാനൊരു ലാറ്റിൻ അമേരിക്കൻ ആയതിൽ അഭിമാനിക്കുന്നു. ബുഷ് ഒരു മനുഷ്യ മാലിന്യമാണ്." ലാറ്റിൻ അമേരിക്കൻ നേതാക്കന്മാരുടെയും ജനങ്ങളുടെയും എതിർപ്പിൻ്റെ ഫലമായി FTA പദ്ധതി പാടെ തകർന്നു. സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ പിന്മാറി. മറഡോണ ലാറ്റിൻ അമേരിക്കയുടെ ഐക്യത്തിൻ്റെ പ്രതീകമായി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനെ പോലും വകവയ്ക്കാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഗോളുകൾ പോലെ മറഡോണയുടെ ജീവിതം ഒരു പോരാട്ടം തന്നെയായിരുന്നു. സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.